ടി.പി. കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഔപചാരികപരമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കുന്നമംഗലം നിയോജക മണ്ഡലം MLA ശ്രീ P.T.A. റഹീം അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ടി.പി. കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് ഡിക്ലറേഷൻ അത് നിർവഹിക്കുന്നതിനും MLAയോട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിലെ അധ്യക്ഷനും നെരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റുമായ ജൗഹർ പൊമ്മംഗലം, ബഹുമാനപ്പെട്ട മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ സമാദരണീയരായ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാറ്റലിസ്റ്റിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതി ഉൾപ്പെടെ ലോഗോയുടെ പ്രകാശനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഞങ്ങളൊക്കെ SLCക്ക് ഇരുന്ന സമയത്ത് 210 മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക. 210 മാർക്ക് കിട്ടണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു മോഡറേഷൻ കൂടി, ഒരു തള്ളൽ കൂടി ഉണ്ടായാലേ 210 പാസ്സാവുള്ളൂ. ഞാൻ പഠിച്ച സ്കൂളിൽ അന്ന് SLCയുടെ വിജയശതമാനം എന്ന് പറയുന്നത് 11. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ 100% സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ, അന്നൊക്കെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് 100% ഉണ്ടായിട്ട് പത്രത്തിൽ വലിയ ഫോട്ടോസൊക്കെ വരും. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട രീതിയിലാണ് 100% റിസൾട്ട് വാങ്ങുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ A+ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് വന്നപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ സജീവമായി വരികയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള ചാലകശക്തി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇന്നത്തെ രൂപത്തിൽ അല്ലെങ്കിലും ഞാനും എന്നെ പോലെയുള്ള ആളുകളുമൊക്കെ അന്ന് ഇതുപോലെയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നെരിക്കുനിയിൽ മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ വളരെ സുതാര്യമായും പ്രശസ്തമായും നടത്തി വരുന്ന ഈ സ്ഥാപനം അവരുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ്. അവരുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ കേളുക്കുട്ടിയുടെ സ്മരണാർത്ഥം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് 2 മേഖലകളിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ തന്നെയാണ്. രണ്ടാമത്തതാണ് വളരെ പ്രധാനപ്പെട്ട, കാരണം നമ്മൾ ആയുർദൈർഘ്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ആളുകൾ ഒരുപാട് കാലം ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രായം കൂടുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങളും പാരവശ്യങ്ങളും ഒക്കെ ഉണ്ടാവും, നിരവധിയായ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പഴയ മാതിരി വീട്ടിൽ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കുറച്ച് കുട്ടികളേ ഉള്ളൂ, കുറച്ച് അംഗങ്ങളെ ഒരു വീട്ടിലുണ്ടാവും. അതിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 ആളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ, കുട്ടികൾ സ്കൂളിലും പോയി കഴിഞ്ഞാൽ വീടുകളിലുണ്ടാകുന്ന പ്രായം ചെന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
അതൊരു സാമൂഹ്യമായ ബാധ്യത കൂടിയാണ്. ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, സാമൂഹ്യമായൊരു ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് പാലിയേറ്റീവ് രംഗത്ത് അതിനുവേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നെരിക്കുനിയാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വലിയൊരു മാതൃകയായി നേരത്തെ തന്നെ ഉള്ളത്. ഞങ്ങളൊക്കെ കൊടുവള്ളിക്കാരൊക്കെ അതിൽ നിന്ന് കണ്ടിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ട്രസ്റ്റ് അതിൻ്റെ കൂടുതൽ പ്രകടനങ്ങളിലേക്ക് പോകാൻ, കൂടുതൽ മേഖലകളിലേക്ക് പോകാൻ അതിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ശ്രീ ടി.പി. കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മവും ലോഗോ പ്രകാശന കർമ്മവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.